മലയാളികൾ ഒന്നടങ്കം കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന മലൈക്കോട്ടെ വാലിബൻ. മലയാളത്തിലെ യുവ സംവിധായക നിരയിൽ ശ്രദ്ധേയനായ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ട് തന്നെ പ്രതീക്ഷകളേറെയാണ്. റിലീസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2024 ജനുവരി 25-നാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനായി എത്തുന്നത്. വാലിബന്റേതായി പുറത്തു വരുന്ന ഓരോ പോസ്റ്ററുകളും വൈറലായി മാറാറുണ്ട്. അത്തരമൊരു പോസ്റ്റർ റിലീസ് ചെയ്ത് വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. കയ്യിൽ വാളേന്തി നെറ്റിയിൽ നിന്നും ചോര പൊഴിഞ്ഞു നിൽക്കുന്ന മലൈക്കോട്ടെ വാലിബനായ മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാൻ സാധിക്കും. യുദ്ധ പശ്ചാത്തലമാണ് പോസ്റ്ററിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം മണികണ്ഠനാചാരിയും ചില സ്ത്രീ കഥാപാത്രങ്ങളെയും കാണാൻ സാധിക്കും. കൊടുങ്കാറ്റാകാൻ പോകുന്ന സിനിമയെന്നാണ് പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ എല്ലാവരും പറയുന്നത്. മോഹൻലാൽ തന്നെയാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. അടുത്ത കാലത്തായി മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ക്വാളിറ്റി പോസ്റ്ററുകൾ വാലിബന്റേതാണെന്നും ഫാൻ തിയറികൾക്കും ഊഹാപോഹങ്ങൾക്കും ഒക്കെ അപ്പുറം മലയാള സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ലിജോ ജോസ് സ്റ്റൈലിലുള്ള ഇതുവരെ പറയാത്ത ഒരു നെറേറ്റീവ് തന്നെയാകും സ്ക്രീനിൽ ഒരുങ്ങുക എന്ന ഉറപ്പാണെന്നും ആരാധകർ പറയുന്നുണ്ട്. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ പ്രധാനമായ ഒരു സിനിമയാകും മലൈക്കോട്ടെ വാലിബൻ എന്നാണ് പ്രേക്ഷകരും സിനിമാ നിരൂപകരും ഒരുപോലെ വിലയിരുത്തുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. അതും തരംഗമായി മാറി. യോദ്ധാവിന്റെ ലുക്കിൽ കൈകളിൽ വടവുമായി മുട്ടുകുത്തി അലറി വിളിക്കുന്ന രീതിയിലായിരുന്നു ഫസ്റ്റ് ലുക്കിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത്. മലൈക്കോട്ടെ വാലിബനിലെ മറ്റു താരങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പോസ്റ്ററും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബൻ റിലീസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എന്താകും മലൈക്കോട്ടെ വാലിബനിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബ്രില്യൻസ് എന്നറിയാൻ പ്രേക്ഷകരിൽ ആവേശമേറെയാണ്. എന്തായാലും ഈ മുൻവിധികളെ ഒക്കെ മാറ്റിമറിക്കുന്ന ചിത്രമാകും വാലിബൻ എന്ന് ഉറപ്പാണ്. റിലീസിനോടനുബന്ധിച്ചുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒക്കെ റോഡുകളിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം വാലിബൻ തിയേറ്ററിലെത്തുന്ന ജനുവരി 25 വ്യാഴാഴ്ചയാണ്. ശേഷമുള്ള 3 ദിവസങ്ങളും അവധി ദിനങ്ങളാണ്. അതായത് ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അവധി, ജനുവരി 27 ശനിയാഴ്ചയും ജനുവരി 28 ഞായറാഴ്ചയുമാണ്. അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണം ലഭിച്ചാൽ ആദ്യ 4 ദിനത്തിൽ വാലിബന് വൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. അതുകൊണ്ട് തന്നെ ഈ 4 ദിവസവും മലൈക്കോട്ടെ വാലിബൻ ബോക്സ് ഓഫീസിൽ തകർക്കുമെന്ന് ഉറപ്പാണ്. കൂടാതെ ആവേശം വാനോളം ഉയർത്തിയിട്ടുള്ള സിനിമയായതിനാൽ തന്നെ തിയേറ്ററിൽ ഉണ്ടാകുന്ന ആൾക്കൂട്ടവും വലുതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ വേറെ വലിയ റിലീസുകളൊന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ അണിയറ പ്രവർത്തകർക്ക് വെക്കാവുന്നതാണ്. മോഹൻലാലിനൊപ്പം സൊനാലി കുൽക്കർണി, ഹരീഷ് പെരടി, മനോജ് മോസസ്, കഥാനന്ദി, ഡാനിഷ് സെയ്ദ്, മണികണ്ഠനാചാരി തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മധു നീലകണ്ഠനാണ് ഛായാഗ്രാഹകൻ. PS റഫീഖും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ചേർന്നാണ് രചന. ആമേൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം PS റഫീഖ് തിരക്കഥ എഴുതുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം കൂടിയാണ് മലൈക്കോട്ടെ വാലിബൻ. പ്രശാന്ത് പിള്ളയാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിട്ടുള്ളത്. വാലിബന്റെ OTT റൈറ്റ്സ് Disney+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയതെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ശ്രീധർ പിള്ള നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ OTT റിലീസ് എപ്പോഴായിരിക്കും എന്നതിൽ വ്യക്തതയില്ല. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.